ആരും പോകല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. ഇന്നത്തെ വീഡിയോ അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് നാൾ മുമ്പ് ഹസ്ബൻഡിൻ്റെ ജോലിയായിട്ടാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം തുടങ്ങുന്നത്. വാടകയും ചിലവും എല്ലാം ചേട്ടൻ തന്നെ നോക്കുന്നതിൽ ഈ വിഷമം തോന്നിയിട്ട് ഞാനൊരു ജോലി നോക്കാമെന്ന് വിചാരിച്ചു. ബട്ട് എന്താണെന്ന് വെച്ചാൽ മോന് 2.25 വയസ്സാവുന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല. എല്ലാ അമ്മമാരുടെയും പ്രശ്നം അതാണല്ലോ. എന്തെങ്കിലും ഒരു വഴി നോക്കാമെന്ന് കരുതി അംഗൻവാടിയിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, മോനെയും കൂടി ഇവിടെ ഒന്ന് ഇരുത്താൻ പറ്റുമോയെന്ന്. അപ്പോൾ അവർ ആദ്യം സമ്മതിച്ചു, എന്നാലും പിന്നെ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ മോനെ അവിടെ ചേർത്തു. അപ്പോഴാണ് അടുത്ത ടാസ്ക്. 10 മണി മുതൽ 3 മണി വരെ സമയമുള്ളൂ. ആ സമയത്തിന് പോയിട്ട് വരാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ജോലി എങ്ങനെ കിട്ടാനാ? അപ്പോഴാണ് ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി, ആ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ അടുത്തിവിടെ ഒരു ജോലിയുണ്ട്, ഞാൻ പോയിക്കൊണ്ടിരുന്നതാ, ഇവിടെ ആസിഡ് കെമിക്കലൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മൂക്കും പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എന്താ പോകാമെന്ന് കരുതി ജോലിക്ക് ചേർന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. 10 മണിക്ക് മോനെ ആക്കിയിട്ട് 3 മണിയാകുമ്പോൾ മോനെ വിളിക്കാൻ സമയമാകുമ്പോൾ വരിക. ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ആരെയാണ് നോക്കുന്നതെന്നല്ലേ. ഇവിടെ ഒരാളുണ്ട്, അതെൻ്റെ മോനാ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, അവന് ഒഴിവായിരുന്നു. അപ്പോൾ ഞാൻ അവന് ഒഴിവുള്ള സമയത്ത് ഇവിടുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മോനെ. അങ്ങനെ മോനെയും കൊണ്ടുവരാൻ ഞാൻ വരാറുണ്ട് ജോലിക്ക്. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് തോൽപ്പിക്കാൻ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രം മുന്നിട്ട് നിന്നാലേ പറ്റുള്ളൂ. കാരണം പല അമ്മമാരും പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഇപ്പോൾ ഒരുപാട് ആത്മഹത്യകളും അതും ഇതൊക്കെ നടക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്തെങ്കിലും ഒരു വഴി എവിടുന്നെങ്കിലും കിട്ടും. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.